ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ ദീപാവലിയൊക്കെ ഇങ്ങ് അടുത്തു. ഞാൻ വീണ്ടും ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. ഒരു ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പേ ഉള്ളൂ. ഞാൻ ഈ ബൗളിൽ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് തോന്നും, 1 കപ്പേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കപ്പളവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ അതിനെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിന് തന്നെ ആയിരിക്കണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് റവയാണ്, ഒരുപാട് നേരം ഇട്ട് റോസ്റ്റ് ചെയ്ത് കളയരുത്, ഇത് ശരിയായിട്ട് വരത്തില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റവ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ റവ നന്നായിട്ട് ചൂടായി, ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചോളൂ. ഒരുപാട് സമയം ഇട്ട് റോസ്റ്റ് ചെയ്യരുത്, കാരണം ഇത് റോസ്റ്റഡ് റവയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാൻ ഏലക്കയുടെ കുരു എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത കേട്ടോ, ഞാൻ മേടിച്ച ഏലക്കാപ്പൊടിയല്ല. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്തപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ് മിൽക്ക്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ്. വെറും 2 മിനിറ്റ് മതി നമുക്ക് കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ് മിൽക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ കണ്ടവർ ഒരുപാട് പേര് ഈ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്, ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം, നമുക്ക് ഈ കണ്ടൻസ് മിൽക്ക് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു അതിനൊക്കെ ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ചെയ്തെടുക്കാറ്. കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ്. അതിനെക്കാട്ടിൽ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ അത്ര പൈസ ആവില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഐസ്ക്രീം ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനൊക്കെ എടുക്കാം. നമ്മൾ എന്തിനൊക്കെ കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാം. ഈ കണ്ടൻസ് മിൽക്കും മിൽക്ക് മെയ്ഡും ഒന്ന് തന്നെയാണ് കേട്ടോ. ചിലവർക്ക് ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇറക്കാം. ഇനി അടുത്തത് ഞാൻ 2ആയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ മിൽക്ക് മിക്സിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ അതാണ് ചേർക്കുന്നത്. സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. നല്ല ചൂടാറുന്ന വരെ കാത്ത് നിൽക്കരുത്, കാരണം ഇത് ചൂടാറും തോറും ഒന്നുകൂടി അങ്ങ് കട്ടിയാവും, ഹാർഡാവും. അപ്പോൾ ചൂടാറുന്ന വരെ കാത്തിരിക്കുക, ചൂടോടുകൂടി തന്നെ ഈ കളറൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കുഴച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ ഒന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ബട്ടർ പേപ്പറിലോട്ട് കുറച്ച് നെയ്യ് തടവുന്നുണ്ട്. ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ കവറിൽ വെച്ചിട്ട് ഇത് ചെയ്യാം. സാധാ കവറുണ്ടല്ലോ അതിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ഡോ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ഈ ചപ്പാത്തി റോളറിലും കുറച്ച് നെയ്യ് തടവണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. കണ്ടോ, ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവട്ടെ. എന്നതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഇതുപോലെ ഇങ്ങനെ നടുക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് പോർഷൻ എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി തോനെ എടുക്കണം കേട്ടോ. എന്തായാലും ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം കേട്ടോ. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം, നല്ല ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിടുക, ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിലെ അംഗമാവുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെൽ ഐക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ സുമീസ് ടേസ്റ്റി കിച്ചണിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഒരുപാട് കൂട്ടുകാരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ കൂടി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സുമീസ് ടേസ്റ്റി കിച്ചൺ എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ നെയിം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.